സ്തന്യം യഥാ വത്സതരാക്ഷുധാർത്ത. ഇനി അങ്ങനെ കുതിച്ചു വരണം എന്ന് തന്നെ വിചാരിക്കുക. കുതിക്കണൊക്കെ ഉണ്ട്, പക്ഷേ അമ്മയുടെ അകിട്ടിലേക്ക് എത്തണില്ല പശുക്കുട്ടി. എന്തേ? കഴുത്തിലൊരു കയറ്. ആ കറവക്കാരൻ വന്ന് കയറഴിച്ചു വിടുമ്പോൾ അമ്മയുടെ അകിട്ടിലേക്ക് കുതിച്ചോടുന്നതായ ഒരു പശുക്കുട്ടിയുടെ ആവേശമില്ലേ, അതുപോലെ സകലതരത്തിലുള്ളതായ പ്രാരബ്ധ കയറുകളെയും അഴിച്ച് അങ്ങയുടെ അടുത്തേക്ക് ഓടിയെത്താൻ എന്നെ അനുഗ്രഹിക്കണേ. സദാസമയവും അങ്ങയെ ഒരു പതിവ്രതയെപ്പോലെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നതായ എന്നെ ഈ സംസാരചക്രത്തിലിട്ട് വട്ടം ചുറ്റിക്കരുതേ. ഉത്തമശ്ലോകനായിട്ടുള്ള അങ്ങയുടെ ഗുണഗണങ്ങളെ പാടുന്ന സജ്ജനങ്ങളുമായിട്ടെനിക്ക് എന്നും അടുപ്പമുണ്ടാവണേ എന്നൊക്കെ അസുരനായ ആ ഒരു ജന്മം തൻ്റെ മുമ്പിൽ വെച്ച് കണ്ണുനീരോടുകൂടി ഭഗവാനെ സ്തുതിക്കുന്നത് കണ്ടപ്പോൾ ഇന്ദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അഹോ ദാനവ സിദ്ധോസി യസ്യതേ മതിരീദൃശി. ഇന്ദ്രൻ എന്ത് ചെയ്തു? വജ്രായുധക്കെ അവിടെ വച്ച് വൃത്രാസുരനെ ഒന്ന് തൊഴുതു. ഹേ വൃത്രാസുര, പറയുമ്പോൾ ഞങ്ങൾ ദേവന്മാരാ, വലിയ ആഭിജാത്യമുള്ള ആൾക്കാരാ. പക്ഷേ സത്യം പറയട്ടെ, നിന്നെപ്പോലെ ഭഗവാനെ ഭക്തിയോടുകൂടി ഒന്ന് സ്തുതിക്കാൻ ഞങ്ങൾക്ക് പോലും ഇതുവരെ പറ്റിയിട്ടില്ല. നീ ധന്യനാണ് എന്നൊക്കെ പറഞ്ഞ് അതിഗംഭീരമായ യുദ്ധം വീണ്ടും തുടർന്നു. ആ വൃത്രാസുരൻ ഇന്ദ്രനെയും ഐരാവതത്തെയും അടക്കം എടുത്തു വിഴുങ്ങിയപ്പോൾ ഇന്ദ്രൻ വൃത്രാസുരൻ്റെ വയറ് കീറി പുറത്തു ചാടുന്നു. വജ്രായുധം കൊണ്ട് വൃത്രാസുരൻ്റെ ശിരസ് ഛേദിച്ചു. ഇവിടെ വൃത്രാസുരൻ്റെ ശരീരത്തിൽ നിന്നൊരു ജ്യോതിസ് ഭഗവത് ലോകത്തിലേക്ക്, വൈകുണ്ഠലോകത്തിലേക്ക് ചേർന്നു. വൃത്രാസുരന് മോക്ഷം. ഇവിടെയാണ് കഥ കേൾക്കുന്ന പരീക്ഷത്തിനോട് സംശയം. നാരായണേ ഭഗവതി കഥമാസിൽ ദൃഢാമതി. ഭഗവാനെ ആശ്രയിക്കാനും ഭഗവാനെ സേവിക്കാനും നാമം ജപിക്കാനും അവസരമുണ്ടായിട്ടും ഈ ലോകത്തിൽ മനുഷ്യന്മാരെ വിമുഖത കാണിക്കുമ്പോൾ ഒരസുരന്, അതും യുദ്ധഭൂമിയിൽ വച്ച്, അതും ശത്രുവായ ഇന്ദ്രൻ്റെ മുൻപിൽ വച്ച് ഭഗവാനെ സ്തുതിക്കാൻ സാധിച്ചു എന്ന് വെച്ചാൽ ചില്ലറക്കാരനല്ലല്ലോ വൃത്രാസുരൻ. ആരാ ഈ വൃത്രാസുരൻ? എങ്ങനെ അദ്ദേഹത്തിന് ഇങ്ങനൊരു ഭക്തി ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോഴാണ് ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേൽ എന്ന് മഹാത്മ്യത്തിന് ഭാഗവതം ഓർമ്മിപ്പിച്ചതായ ആ കാര്യം ഒന്നുകൂടി ഇവിടെ ഉറപ്പിക്കാൻ, ജന്മാന്തരത്തിൽ പുണ്യം ചെയ്തിട്ടുണ്ടോ? അസുരനായാലും നാമം ജപിക്കും. ഇനി പുണ്യം ഇല്ല എന്ന് വിചാരിക്കുക, മനുഷ്യനായാലും നാമം ജപിക്കാനുള്ള അവസരം കിട്ടിയാലും നാമം ജപിക്കാൻ ബുദ്ധിമുട്ടാവുന്ന. പണ്ട് ശൂരസേന രാജാവായിട്ട് ചിത്രകേതു എന്ന പേരായ ഒരു ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭാര്യമാരായിരക്കണക്കിനുണ്ടെങ്കിലും സന്താനഭാഗ്യം ഉണ്ടായില്ല. ഒടുവിൽ അങ്കിരസ മഹർഷിയെ കണ്ടു ഇദ്ദേഹം. അങ്കിരസ മഹർഷി ചോദിച്ചു, എന്തിനാ രാജാവെ അങ്ങിങ്ങനെ വിഷമിക്കുന്നത്? അപ്പം പറഞ്ഞു, എനിക്ക് മക്കളില്ലല്ലോ എന്നുള്ള വിഷമമാണ്. അപ്പം അങ്കിരസ് കുറേ ഉപദേശിച്ചു നോക്കി, അങ്ങയ്ക്ക് മക്കളില്ലല്ലോ എന്നുള്ള ടെൻഷൻ, ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് ഉണ്ടായല്ലോ എന്നുള്ള ടെൻഷൻ. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ ദുഃഖം എന്നുള്ളത് ഒന്നല്ലെങ്കിൽ വേറൊന്ന്, അതല്ലെങ്കിൽ വേറൊന്ന്. നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ മനസ്സ് കുറേ ടോക്കൺ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനെങ്കിലും ഉണ്ടാവും അല്ലേ? എല്ലാവർക്കും ഓരോ ടെൻഷനെങ്കിലും ഇല്ലേ? ഒന്ന് മതിയോന്നേ ഉള്ളൂ അല്ലേ? നമ്മളിപ്പോൾ വിചാരിക്കണത് എന്താ? ഈ ടെൻഷൻ അങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് സുഖാവാന്ന് വിചാരിക്കുമ്പോഴേക്കും മനസ്സ് അടുത്ത ടോക്കൺ വിളിക്കും. അപ്പോൾ ഇങ്ങനെ ദുഃഖം മാറി മാറി വരുന്നതായ ഈ ജീവിതത്തിൽ സുഖം കിട്ടുമെന്നങ്ങ് കരുതണ്ട എന്നൊക്കെ അങ്കിരസ് ഉപദേശിച്ചു. പക്ഷേ ചിത്രകേതു അതൊന്നും കേട്ടില്ല. ഒടുവിൽ അങ്കിരസ മഹർഷി ഒരു പഴം കൊടുത്തു. അത് തൻ്റെ ആദ്യ ഭാര്യയായിട്ടുള്ളതായ കൃതദ്യുതിക്ക് കൊടുത്തു ചിത്രകേതു. കൃതദ്യുതി ഗർഭം ധരിച്ചു, ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. ചിത്രകേതുവിനുണ്ടായ സന്തോഷത്തിന് അതിരില്ല. ആറ്റുനോറ്റുണ്ടായൊരു ഉണ്ണിയ അല്ലേ? രാവിലെ ആയാൽ രാജാവ് ഈ കൃതദ്യുതിയുടെ കൊട്ടാരത്തിൽ വരും, അവളോടൊപ്പം കുട്ടിയെ എടുത്തങ്ങനെ ലാളിക്കും. അതോടുകൂടിയിട്ട് ഈ ബാക്കി 10,000 ഭാര്യമാർക്കൊരു പനി വന്നു. എന്തു പനി?
നമ്മുടെ കയ്യിലില്ലാത്തത് വേറൊരാളുടെ കയ്യിൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു പനിയില്ലേ? അസൂയ എന്ന് പറയുന്ന പനി വന്നു. ആ പനി വന്നപ്പോൾ അവരെല്ലാവരും കൂടി ഒരു മീറ്റിംഗ് കൂടി ഈ കുട്ടിയെ വിഷം കൊടുത്തു കൊല്ലാൻ തീരുമാനിച്ചു. വിഷം കൊടുത്തു വധിച്ചു. ചിത്രകേതുവും കൃതദുരിയും നെഞ്ച് പൊട്ടി കരയാം. കരയണ സമയത്ത് വേറൊരു രസമുണ്ടായി. എന്താ? ഈ വിഷം കൊടുത്ത ഭാര്യമാരുണ്ടല്ലോ, അവരും കരയാൻ തുടങ്ങി. അവരെന്തിനാ കരയുന്നത്? രാജാവിനൊരു സംശയം ഉണ്ടാവേണ്ട വിചാരിച്ചിട്ടാ. അങ്ങനെ എല്ലാവരും കരയണ സമയത്താണ് അങ്കിരസ മഹർഷി വരുന്നത്. അങ്കിരസ മഹർഷി ഒറ്റയ്ക്കല്ല കേട്ടോ. നമ്മൾ ചില അസുഖത്തിനൊക്കെ നമ്മുടെ ഫാമിലി ഡോക്ടറെ കാണിക്കുമ്പോൾ അയാൾ പറയും ഇതിനൊരു സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ഞാൻ എഴുതി തരാം. ഇതുപോലെ ഭവരോഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത നാരദ മഹർഷിയെയും കൂട്ടിയിട്ടാണ് ഇത്തവണ അങ്കിരസിൻ്റെ വരവ്. വീണ് നമസ്കരിച്ചപ്പോൾ നാരദർ അതിഗംഭീരമായിട്ട് ഉപദേശിച്ചു. അങ്ങ് പറയുന്നു അങ്ങയുടെ മകൻ എന്നൊക്കെ. അതിപ്പോൾ അങ്ങ് മാത്രം പറഞ്ഞാൽ പോരല്ലോ, ആ കുട്ടിയും കൂടി പറയണ്ടേ? പറയുന്നു, നോക്കാം നമുക്ക്. ജീവാത്മൻ പശ്യ, ഹേ ജീവാത്മാവേ, എന്തിനായി ശരീരം വിട്ട് ഇത്ര തിടുക്കത്തിൽ പോകുന്നത്? നിൻ്റെ അച്ഛനും അമ്മയൊക്കെ കരയണത് കണ്ടില്ലേ? എഴുന്നേക്കൂ വേഗം എന്നൊക്കെ പറഞ്ഞതും ആ കുട്ടി അവിടെ എഴുന്നേറ്റിരുന്നു. അതോടെ സകലരുടെയും കരച്ചിലൊക്കെ ഇവിടെ നിന്നു. ഇതെന്തൊരത്ഭുത! അവിടെ വച്ച് ആ കുട്ടി അല്ലെങ്കിൽ ആ ജീവൻ നാരദരോട് പറഞ്ഞു, കസ്മിൻ ജന്മന്യമീമഹ്യം പിതരോ മാതരോ ഭവാൻ. അല്ല ഗുരുനാഥ, ഞാൻ ചോദിക്കട്ടെ, ഇവർ എൻ്റെ അച്ഛനും അമ്മയുമാണെന്നെ വിചാരിക്കുക. എത്രയോ ജന്മങ്ങളിൽ ഞാൻ ഇവരുടെ അച്ഛനും അമ്മയായിട്ടുണ്ടാവില്ലേ? ശരീരത്തെ വസ്ത്രം പോലെ മാറി മാറി ഉപയോഗിക്കുന്നതായ എന്നെ സംബന്ധിച്ച് ഈ ശരീരം എന്നുള്ളത് ഒരു ഉപാധി മാത്രമാണ്. അത് നൽകിയ ഇവരോട് എനിക്ക് ആ ഒരു കടപ്പാടല്ലാതെ ഒരു ബന്ധവും എനിക്കില്ല. എത്രയോ ജന്മങ്ങളിൽ ഞാൻ പലരുടെയും അച്ഛനമ്മമാരായിട്ടുണ്ട്, പലരും എൻ്റെ അച്ഛനമ്മമാരായിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോഴും കരയുന്നുണ്ടാവുമോ? അവരൊക്കെ ഇപ്പോഴും സന്തോഷിക്കുന്നുണ്ടാവുമോ? അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പ്രാരബ്ധം കഴിഞ്ഞാൽ ഞാൻ ഈ ശരീരം വിടും, പുതിയ ശരീരം അന്വേഷിക്കും, അതിൽ കണ്ടെത്തും എന്നും പറഞ്ഞ് ആ ശരീരം അവിടെ വീണപ്പള്ളിക്കും ചിത്രകേതുവിന് പരമബോധമുണ്ടായി, പരമവൈരാഗ്യമുണ്ടായി. നാരദരെ ചെന്ന് നമസ്കരിച്ചു. നാരദർ പറഞ്ഞു, എല്ലാ തരത്തിലും ഭഗവാനെ ആശ്രയിക്കൂ. നിത്യമായ സുഖം, നിത്യമായ ആനന്ദം അത് ഭഗവാനിൽ മാത്രമാണ് എന്ന അനുഭവത്തിൽ കൂടി പഠിച്ചുവല്ലോ അങ്ങ് എന്ന് പറഞ്ഞ് ഗംഭീരമായ മന്ത്രോപദേശങ്ങളെ കൊടുത്തു. കേവലം 7 ദിവസങ്ങളെ കൊണ്ട് സാക്ഷാത് ശ്രീ സംഘർഷണമൂർത്തിയെ കാണാനായിട്ട് അനുഗ്രഹം ചൊരിഞ്ഞു. അവിടെ നീലാംബരധാരിയായ ഏകകുണ്ടലത്തെ ധരിച്ചിരിക്കുന്നതായ സംഘർഷണമൂർത്തിയെ കണ്ട് ചിത്രകേതു അതിഗംഭീരമായിട്ട് ഭഗവാനെ സ്തുതിച്ചു. ഭാഗവത ധർമ്മം അത് വേണ്ടതുപോലെ അനുഷ്ഠിക്കാനും പാടാനും എനിക്ക് സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായ ആ ചിത്രകേതുവിനെ സർവ്വവിധത്തിലും സംഘർഷണമൂർത്തി അനുഗ്രഹിച്ചു. ഒടുവിൽ ചിത്രകേതു വിദ്യാധരി സ്ത്രീകളോടൊപ്പം ഹരിഗാനം പാടിക്കൊണ്ട് കൈലാസത്തിലേക്ക് മഹാദേവനെ കാണാനായി പോകുന്നു.